ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्ण पादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत। നമ്മളിന്ന് ശ്രീമദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 3-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. മയി സർവാണി കർമാണി മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാം നിരാശിർനിർമമോ ഭൂത്വാ യുദ്ധസ്യാദ്വിഗതജ്വരാം മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മചേതസാം നിരാശിർനിർമമോ ഭൂത്വാ യുദ്ധസ്വാവിഗതജ്വരാം. വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 30. മയി സർവാണി കർമാണി സംയാധ്യാത്മചേതസാ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്സ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. പ്രിയ മാതാജി ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. അതുകൊണ്ടല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഹരേ കൃഷ്ണ. ഹരിബോൾ. Therefore, O Arjuna, surrendering all your works unto me with full knowledge of me, without desires for profit, with no claims to proprietorship, and free from lethargy, fight. അർജുനോട് ഭഗവാൻ പറയാണ് അതുകൊണ്ട്. എന്തുകൊണ്ട്? കാരണം അർജുനന്റെ വിചാരം ഈ കർമ്മത്തിൽ ഏർപ്പെട്ടാൽ ഇവിടെ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെടും എന്നുള്ള ഒരു വിചാരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തു. അതല്ല, യജ്ഞാർത്ഥാർ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ യജ്ഞത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഈ ലോകത്തിൽ ബന്ധിപ്പിക്കില്ല. നേരെ മറിച്ച് അവനവന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യണമെങ്കിൽ നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കും. കർമ്മം എന്തായാലും ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്യാണ്ട് നമുക്ക് ഒരാൾക്കും ഒരു നിമിഷം കൂടി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മബന്ധനത്തിൽ നമ്മൾ മുക്തരാവും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നത്, എല്ലാ കർമ്മങ്ങളും, ഓൾ വർക്ക്സ് എനിക്ക് സമർപ്പണം ചെയ്യാം, എനിക്ക് വേണ്ടി ചെയ്യാം. എങ്ങനെ? വിത്ത് ഫുൾ നോളേജ് ഓഫ് മീ. ഞാൻ ആരാണ്, എൻ്റെ അസ്തിത്വം എന്താണ്, നിങ്ങളുടെ പൊസിഷൻ എന്താണ്, അതായത് നമ്മളുടെ എല്ലാം പൊസിഷൻ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട്, അതായത് സെൽഫ് റിയലൈസേഷൻ, ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ, വിതൗട്ട് ഡിസൈർസ് ഫോർ പ്രോഫിറ്റ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ യാതൊരു ഫല ഇച്ഛ കൂടാതെ ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ എന്തിനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിക്കും. നമുക്കൊരു കർമ്മം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം, ഒരു പ്രോഫിറ്റ് മോട്ടീവ്, അല്ലേ? ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണമല്ലോ.
എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? ആ റിസൾട്ട് നമുക്ക് ഇച്ഛിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മത്തിന്റെ കാര്യം എന്താണ്? കർമ്മം ചെയ്തിട്ട് കാര്യം എല്ലാവരും അങ്ങനെ ചിന്തിക്കും. ഇവിടെ അങ്ങനെയല്ല, കർമ്മം ചെയ്യണം തീർച്ചയായിട്ടും, പക്ഷെ അതിന്റെ ഫലം നമ്മുടെ കൺട്രോളിലല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന കർമ്മം ചെയ്താൽ എന്നെ ഫലം എനിക്ക് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടി കർമ്മം ചെയ്യരുത്. ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു, അതെൻ്റെ ദൗത്യമാണ്, എൻ്റെ കടമയാണ്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഞാനാണ് കർമ്മം ചെയ്യുന്നത്. ആ ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ ഫലം എന്താണ് ഭഗവാൻ തീരുമാനിക്കും. അത് എൻ്റെ കയ്യിലല്ല, എൻ്റെ കൺട്രോളിലല്ല എന്ന ഭാവത്തോടെ കർമ്മം ചെയ്യണം. അതാണ് ഫല ഇച്ഛ കൂടാതെ കർമ്മം ചെയ്യണം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാന്നല്ല. ഓക്കെ, എനിക്ക് എന്തായാലും യാതൊരു ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫലം ആസ്വദിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്തിനാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്, അങ്ങനെ ആലോചിക്കാൻ പാടില്ല. കർമ്മം ചെയ്യണം, നമ്മളുടെ കടമയാണ്, നമ്മളുടെ ഡ്യൂട്ടിയാണ്. ആ കർമ്മം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുക. അതിൻ്റെ ഫലത്തില് നമുക്ക് പങ്കില്ല. അത് എന്താ, എങ്ങനെ വന്നു ചേരും, എന്തായിട്ട് ചേരും ഒന്നും നമുക്കറിയില്ല. നമ്മളുടെ കയ്യിലല്ല, നമ്മളുടെ അധീനത്തിലല്ല, നമ്മുടെ കൺട്രോളിലല്ല. അതുകൊണ്ടാണ് ഫല ഇച്ഛ കൂടാതെ കർമ്മം ചെയ്യാൻ വേണ്ടി ഭഗവാൻ പറയുന്നത്. വിത്തൗട്ട് ഡിസൈർസ് ഫോർ പ്രോഫിറ്റ്. അതായത് ഞാൻ ഒരു ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല കർമ്മം ചെയ്യുന്നത്. ഈ വിചാരത്തോട് കൂടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യാം. ഒരു ഭാര്യ ഭർത്താവിനെ സേവിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സേവിക്കുന്നു, അച്ഛനമ്മയും കുട്ടികളെ സേവിക്കുന്നു. ഇതൊന്നും എന്താണ്, ഫല ഇച്ഛയോടുകൂടി ആവരുത്, നിസ്വാർത്ഥ സേവനമായിരിക്കണം. അതേപോലെ തന്നെ ഭഗവാനോട് സേവിക്കുന്നത് നിസ്വാർത്ഥ സേവനമായിരിക്കണം. എന്തായാലും നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടാവും, ഒരു അംബിഷൻ ഉണ്ടാവും, ഒരു ലക്ഷ്യമുണ്ടാവും. അത് തീർച്ചയായിട്ടും വേണം. പക്ഷെ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് അലസത പാടില്ല. അയ്യോ, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്തിനു കർമ്മം ചെയ്യണു, എൻ്റെ ആ ഒരു ഉത്സാഹം നശിക്കാൻ പാടില്ല. അതുകൊണ്ട് അലസത പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്, വിത്തൗട്ട് ഡിസൈർസ് ഫോർ പ്രോഫിറ്റ് വിത്ത് നോ ക്ലെയിംസ് ടു പ്രൊപ്പറേറ്റർഷിപ്പ്. അതായത് നമ്മൾ ഞാനാണ് ചെയ്ത് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ക്രെഡിറ്റ്, അതെടുക്കാൻ പാടില്ല. ഇത് ഞാൻ കാരണമാണ്, ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. ഞാൻ എന്താണ്, ഒരു നിമിത്തം മാത്രം. ഭഗവാനാണ് അതെല്ലാം സാങ്ഷൻ ചെയ്യുന്നത്. ഭഗവാന്റെ ആ സാങ്ഷൻ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിത്ത് നോ ക്ലെയിംസ് ടു പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് ഫ്രീ ഫ്രം ലെഥാർജി. അത് അലസത. അലസത പാടില്ല. അയ്യോ, ഞാൻ അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതിന്റെ ഫലം ആസ്വദിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ എന്തിനാ കർമ്മം ചെയ്യണം. ആ അലസത പാടില്ല. നമ്മൾ ചെയ്യണം, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണം, ഭഗവാന്റെ കാര്യം ചെയ്യും. താൻ പാതി ഭഗവാൻ പാതി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതേപോലെ നമ്മളുടെ കടമ, നമ്മുടെ ദൗത്യം, കർത്തവ്യം നമ്മൾ ചെയ്യണം. അതിന് ഫലം എങ്ങനെ തന്നെ വന്നോട്ടെ, നല്ലതോ ചെയ്തോ നമുക്കറിയാൻ പറ്റില്ല. ഓക്കെ, അതെല്ലാം നമ്മളുടെ മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ വന്നു ചേരും. അത് ഭഗവാനെ നിശ്ചയിക്കും. നമുക്കറിയില്ല നമ്മൾ എന്തെല്ലാം നല്ല സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നമുക്കറിയില്ല. അപ്പൊ ആ ഫലത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ല, അതിൽ അധീനതയില്ല. അതുകൊണ്ട് കർമ്മത്തില് നമുക്ക് യാതൊരു കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് അതിൽ അലസത പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. നമ്മളെ ഒരു അച്ഛനമ്മയും ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന മക്കളെ നല്ല രീതിയിൽ വളർത്തുക, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ല നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ പിന്നെ എന്തായി തീരും അത് നമ്മുടെ കയ്യിലല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അതാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്. ഓക്കെ, ഫ്രീ ഫ്രം പ്രൊപ്പറേറ്റർഷിപ്പ് ലെഥാർജി ഫൈറ്റ്. അങ്ങനെ വേണം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അർജുനൻ ഇവിടെ യുദ്ധം ചെയ്യുന്നു ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അതേ യുദ്ധം ദുര്യോധനൻ ചെയ്യുന്നു തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. രണ്ടുപേരും യുദ്ധം ചെയ്യുന്നു, പക്ഷെ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ്, രണ്ടുപേരുടെയും ഇന്റൻഷൻ വ്യത്യസ്തമാണ്, അല്ലേ? സോ ദിസ് വേഴ്സ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദ പർപ്പസ് ഓഫ് ഭഗവത്ഗീത. അപ്പൊ പല ആൾക്കാരും ഈ ശ്ലോകത്തിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അല്ലേ? അതായത് കർമ്മം ചെയ്യണം, ഫലം ഇച്ഛിക്കാൻ പാടില്ല എന്നുള്ള, അത് കർമ്മം ചെയ്യണം, ഫലം ഇച്ഛിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ശ്ലോകത്തിനെ, കർമ്മണ്യേ ബാധികാരസ്ഥേ മാ ഫലേഷു കഥാചനം, അതിനെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഉള്ളടക്കം, അതിൻ്റെ ഇൻഡെപ്ത് മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കർമ്മം ചെയ്യണം.
കർമ്മഫലം നമ്മളുടെ കൺട്രോളിലല്ല എന്നാണ്. അത് എന്ത് തന്നെ വന്നാലും അത് സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരു കർമ്മഫലം ഉദ്ദേശിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്തു, അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? നമുക്ക് അസംതൃപ്തി വരും, നമുക്ക് ദേഷ്യം വരും, നമുക്ക് വിഷമം വരും. അത് പാടില്ല. അപ്പോൾ കർമ്മഫലം എന്തു തന്നെയായാലും ശരി, അത് നമ്മൾ സ്വീകരിക്കുക. അതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ കർമ്മണ്യവാധികാരസ്യ മാ ഫലേഷു കഥാചന എന്നുള്ള ആ ശ്ലോകത്തിന്റെ മീനിങ് അതിന്റെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. So the Lord instructs that one has to become fully Krishna consciousness, Krishna conscious to discharge duties as if in military discipline. അപ്പോൾ മിലിറ്ററി ഡിസിപ്ലിൻ എങ്ങനെയാണ്? അതായത് വളരെ റെഗുലേറ്റീവ് ആയിരിക്കും. നമ്മള് രാവിലെ വളരെ അവർ പറയും, അത് ഓഫീസേഴ്സ് പറയും, ഇത്ര രാവിലെ നേരത്തെ സമയത്തിന് എഴുന്നേറ്റ് അത് വേണ്ട പോലെ എക്സസൈസും കാര്യങ്ങളും ആ പ്രാക്ടീസൊക്കെ ചെയ്യണം. വളരെ വളരെ വിഗറസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെയും പറയുന്നത്. സച്ച് എൻ ഇൻജെക്ഷൻ മേ ടേക്ക് തിങ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആ റെഗുലേഷൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളായിരിക്കും. ആ റെഗുലേഷൻ നമുക്ക് അത്ര ഈസി ആയിട്ട് പാലിക്കാൻ പറ്റുന്നതായിരിക്കില്ല. എങ്കിലും നെവർദലെസ് ഡ്യൂട്ടീസ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട്. എത്ര തന്നെ വിഷമം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സഹിച്ചായാലും നമ്മളുടെ ദൗത്യം, നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ, വിത്ത് ഡിപ്പെൻഡൻസ് ഓൺ കൃഷ്ണ. അപ്പൊ ഇത് നമ്മളല്ല ചെയ്യുന്നത്, ഭഗവാനെ ആശ്രയിച്ചിട്ട് ചെയ്യുന്നു എന്ന മനോഭാവത്തിലായിരിക്കണം ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓഫ് ദി ലിവിങ് എൻറ്റിറ്റി. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ? ശ്രീമദ് ഭാഗവതത്തില് പറയുന്നുണ്ട്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസിദ്ധ. സവൈ പുംസാം, പുംസാം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആൾക്കാരല്ല. എല്ലാ മനുഷ്യരും എന്ത് ചെയ്യണം? പരോധർമ്മം ചെയ്യണം. എന്നാണ് ഈ പരോധർമ്മം? പരോധർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത തലത്തിലുള്ള ധർമ്മം. ഒരുപാട് ധർമ്മങ്ങളുണ്ട്. സാമാന്യ ധർമ്മങ്ങള്, പതിധർമ്മം, പത്നിധർമ്മം, കുലധർമ്മം, രാജധർമ്മം, അല്ലേ? അങ്ങനെ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അതിലും ഉപരിയായിട്ട് നിൽക്കുന്നതാണ് പരോധർമ്മം. ഏറ്റവും ഉത്തമ തലത്തിൽ നിൽക്കുന്ന പരോധർമ്മം. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ. അധോക്ഷജ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ. ആ ഭഗവാനെ ഭക്തി പൂർവം നമ്മൾ സേവിക്കുക. അതാണ് നമ്മുടെ പരോധർമ്മം എന്ന് പറയുന്നത്. അഹൈതുകി അപ്രതിഹത. അതിന് യാതൊരു മോട്ടിവേഷൻ, യാതൊരു എക്സ്പെക്റ്റേഷൻ, യാതൊരു കാരണവും പാടില്ല. ഓക്കെ, ഇന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടും, അതുകൊണ്ട് ഞാൻ ഭഗവാനെ സേവിക്കുന്നു, ഇല്ല. നിസ്വാർത്ഥമായിട്ടുള്ള സേവനമായിരിക്കണം. ഒന്നും എക്സ്പെക്ട് ചെയ്യാതിട്ടുള്ള. ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. ആ ഭഗവാനാണ് പൂർണ്ണസ്വരൂപം. നമ്മൾ അംശങ്ങളായതുകൊണ്ട് പൂർണ്ണ സ്വരൂപത്തെ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ സേവിക്കുക. സോ അഹൈതുകി അപ്രതിഹത. അത് ആഴ്ചയിൽ ഒരിക്കലായിട്ടുള്ള ഒരു സേവനമായിരിക്കരുത്. കോൺസ്റ്റന്റ് ആയിട്ട് സതതം കീർത്തയന്തോ മാം കീർത്തനീയ സദാഹരി നിത്യം ഭാഗവത സേവയ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഓൾവേസ്, എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ സേവയിൽ ഏർപ്പെട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തി നമ്മൾ സേവ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഈവൻ നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വന്നാൽ തന്നെ അതിനെ തരണം ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരും. ഓക്കെ, അപ്പൊ മുള്ളുകളെല്ലാം പുഷ്പങ്ങളായിട്ട് മാറും. കാരണം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആത്മാ സുപ്രസീദതി എന്ന് പറയുന്ന, അപ്പൊ നമ്മളുടെ ആത്മാവിന് എപ്പോഴും ശാന്തി സമാധാനം കിട്ടും. ഭഗവാന് വേണ്ടി, ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ പരോധർമ്മം. അപ്പോൾ മറ്റുള്ള ധർമ്മങ്ങൾ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, അതിനുപരിയായിട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ധർമ്മം ചെയ്യുകയാണെങ്കിൽ, പരോധർമ്മം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള സാമാന്യ ധർമ്മങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടുവരും. കാരണം നമുക്ക് ഏറ്റവും ഉന്നത തലത്തിലുള്ള ധർമ്മം മനസ്സിലായതുകൊണ്ട് ഈ ധർമ്മത്തിന്റെ
ആ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം നമ്മൾ യാതൊരു വിഷമം കൂടാതെ, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. So such an injunction may make things a little difficult. Nevertheless, duties must be carried out with dependence on Krishna, because that is the constitutional position of living entity. Mamai Vamsho Jiva Loke Jiva Bhuta Sanatana. അതാണ് പറഞ്ഞിരിക്കുന്നത്. മമൈ വാംശോ ജീവലോകെ. ഓക്കെ, ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ അംശങ്ങളാണ്. അംശം എന്ന് പറഞ്ഞാൽ പാർട്സ്. വി ആർ ഓൾ പാർട്സ് ആൻഡ് പാർട്സ് ഓഫ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, കൃഷ്ണ, അല്ലെ? ഭഗവാന്റെ അംശങ്ങളാണ്. അംശങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ പൂർണ്ണ സ്വരൂപത്തെ സേവിക്കണം. അപ്പൊ എൻ്റെ കയ്യ് ആരെ സേവിക്കണം? എന്നെ സേവിക്കണം, അല്ലേ? എൻ്റെ കണ്ണ്, എൻ്റെ നാക്ക്, എൻ്റെ മൂക്ക്, ഇതെല്ലാം എന്നെ സേവിക്കാണ്. പാർട്സ് ആണ് ഇതൊക്കെ. അതേപോലെ നമ്മളും പാർട്സ് ആണ്. ആ പാർട്സ് ഭഗവാനെ സേവിക്കണം. So the living entity cannot be happy independent of this cooperation of the Supreme Lord, because the eternal constitutional position of the living entity is to become subordinate to the desires of the Lord. അപ്പൊ നമ്മള് സ്വതന്ത്രരല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് സ്വാതന്ത്ര്യമില്ല, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ളത്. ഫ്രീഡം തന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പൊ നമ്മളുടെ എൻജോയ്മെന്റ്, നമ്മളുടെ ആസ്വാദനം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും റിസൾട്ട് എല്ലാം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മളല്ല പൂർണ്ണ ഉത്തരവാദി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു കാര്യം അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യാണ്, ഓക്കെ, അപ്പോൾ ഒരു ഡൂവർ, ഓക്കെ, നമ്മളൊരു ഇമ്മീഡിയറ്റ് ഡൂവർ ആണ്. ഇനീഷ്യേറ്റ് ചെയ്യുന്നു ഏതൊരു ആക്ടിവിറ്റി. നമ്മളൊരു ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഗുരുവായൂരിന്ന് തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ ഞാനാണ് അതിൻ്റെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആ ആക്ടിവിറ്റി, അല്ലേ? ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഡൂവർ ആരാണ്? ഞാനാണ്. അപ്പോൾ അതിനുള്ള ആഗ്രഹം എന്നിൽ ജനിച്ചു. ഞാൻ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ പോകണം എന്നുള്ള തീരുമാനിച്ചു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്യാറായി. എൻ്റെ സാധനങ്ങളെല്ലാം കൊടയും, ഇന്നത് മഴക്കാലാണ്, കൊടയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ അറിയുന്നത് ഭയങ്കര മഴയാണ്. തൃശ്ശൂർക്ക് ബസ്സൊന്നും പോകുന്നില്ല, കാറും പോകുന്നില്ല, ടാക്സിയും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഡൂവർ ഉണ്ട്. എന്താണ് ഇന്റർമീഡിയറ്റ് ഡൂവർ എന്ന് പറഞ്ഞാൽ? ദ സർക്കംസ്റ്റൻസസ്, ദ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അത് ഇനീഷ്യേറ്റ് ചെയ്തു, പക്ഷേ ദ ഇന്റർമീഡിയറ്റ് ഡൂവർ, അതായത് സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസസ് ഫേവറബിൾ അല്ലാത്തത് കൊണ്ട് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, ഇനി അടുത്തത്, ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തു, ഞാൻ പോയി, ബസ്സൊക്കെ ഉണ്ട്, ബസ്സിൽ ഞാൻ കയറി. അപ്പോൾ ആ സിറ്റുവേഷൻ എല്ലാം ഫേവറബിൾ ആയിരുന്നു. ഫൈനലി ഞാൻ തൃശ്ശൂർ എത്തണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ദ അൾട്ടിമേറ്റ് ഡൂവർ ആണ്. ആരാണ് അൾട്ടിമേറ്റ് ഡൂവർ? ഫൈനൽ സാങ്ഷണർ, അത് ഭഗവാനാണ്, അല്ലേ? അപ്പോൾ ആ ഫൈനൽ സാങ്ഷൻ ചെയ്താൽ മാത്രമേ ഞാൻ തൃശ്ശൂർ എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ ഒരു ആക്സിഡന്റ് പറ്റി. ഞാൻ എത്തുമോ? തൃശ്ശൂർ എത്തില്ല. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് എൻ്റെ ഈ ആക്ടിവിറ്റി പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് അതാണ് പറയുന്നത്, നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ സ്വതന്ത്രരല്ല, നമ്മളെ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മളുടെ 3 modes ഓഫ് മെറ്റീരിയൽ നേച്ചർ, സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസസ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. നമ്മളുടെ ഓരോ കർമ്മത്തിൻ്റെയും ആ ഫുൾ ആക്ടിവിറ്റിയുടെ പൂർത്തീകരിക്കണമെങ്കിൽ. അപ്പോൾ ഇമ്മീഡിയറ്റ് ഡൂവർ അത് ഞാനാണ്. ഇന്റർമീഡിയറ്റ് ഡൂവർ, സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസ്, 3 modes ഓഫ് മെറ്റീരിയൽ നേച്ചർ, ഓക്കെ, ആൻഡ് അൾട്ടിമേറ്റ് ഡൂവർ ഭഗവാൻ. അപ്പോൾ അൾട്ടിമേറ്റ് ഡൂവർ ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഞാൻ വിചാരിച്ച കാര്യം നടക്കില്ല. ഞാൻ ഇവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാങ്ഷൻ വേണം. നമുക്ക് സ്വാതന്ത്ര്യം വളരെ ലിമിറ്റഡ് ആയതുള്ളൂ. എൻ്റെ സ്വാതന്ത്ര്യം എന്തുവരെയാണ്? എനിക്ക് ഡിസിഷൻ എടുക്കാം. ഞാൻ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ പോണ്ടേ, ആ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഗുരുവായൂർ തൃശ്ശൂർ എത്തണ്ടേ എന്നുള്ള
ആ സാങ്ഷൻ ഭഗവാന്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. അത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ നമ്മളുടെ ആ സ്വാതന്ത്ര്യം വളരെ മൈന്യൂട്ടാണ്, വളരെ ലിമിറ്റഡ് ആണ്. പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഇന്നിപ്പോ ഇവിടുന്ന് 10 മണിക്ക് നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഞാൻ 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും, 10:30 മണിക്ക് വീട്ടിലെത്തും, നിങ്ങളുടെ വീട്ടിലെത്തും എന്ന് പറയാം. സാധാരണ എത്താതിരിക്കാം അല്ലേ? അപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല 10 മണിക്ക് അവിടെ എത്തുന്നില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ 10:30 മണിക്ക് എത്തില്ല നമ്മൾ. അത് കാരണം ഇവിടുന്ന് പുറപ്പെടേണ്ടത് പിന്നെയും നമ്മുടെ കയ്യിലുണ്ട് ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. പക്ഷെ അവിടെ എത്തുന്നത് നമ്മുടെ കയ്യിലല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, the living entity cannot be happy independent of the cooperation of Supreme Lord. നമ്മൾ ഒരിക്കലും സന്തോഷവാന്മാരായിരിക്കില്ല സ്വതന്ത്രരായിട്ട്. ഭഗവാന്റെ മേഴ്സി ഇല്ലാണ്ട്, ഭഗവാന്റെ കരുണ ഇല്ലാണ്ട്, ഭഗവാന്റെ അനുകമ്പ ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും സന്തോഷവാന്മാരായിരിക്കാൻ പറ്റില്ല. അർജുന was therefore ordered by Sri Krishna to fight as if the Lord were his military commander. Okay, Arjuna was therefore ordered by Sri Krishna. Actually, ഭഗവാൻ ആരാണ്? ഭഗവാൻ അവിടെ ചാരിയറ്ററാണ്, സാരഥിയാണ്. പക്ഷെ ഇവിടെ ആ സാരഥിയാണ് അർജുനനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓർഡർഡ് ബൈ കൃഷ്ണ. One has to sacrifice everything for the good will of the Supreme Lord. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മളെ എല്ലാം ത്യജിക്കണം, എല്ലാ സാക്രിഫൈസും ചെയ്യണം. And at the same time discharge prescribed duties without claiming proprietorship. അതേ സമയം തന്നെ നമ്മൾ ഒരിക്കലും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഇത് ഞാൻ കാരണമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ? പല ആൾക്കാരും, അതായത് മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്ത് പല ആൾക്കാരും ഉണ്ടോ, അത് നടന്നത് എൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല, അയാൾക്ക് ജോലി കിട്ടുമായിരുന്നില്ല, ഓക്കെ, അയാൾ പരീക്ഷ പാസ്സാവുമായിരുന്നില്ല, അയാൾ ഇന്ന് ഈ നിലയിലെത്തിയത് എൻ്റെ ഒറ്റ സഹായം കൊണ്ടാണ് അല്ലേ? എല്ലാവരും ആ ക്രെഡിറ്റ് എടുക്കും. ആക്ച്വലി ആ ക്രെഡിറ്റ് നമ്മളെന്താ, നിമിത്ത മാത്രം ഭവ സവ്യസാചീൻ എന്ന് ഭഗവാൻ പറയുന്നു അർജുനോട്. നമ്മളെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഭഗവാന്റെ കയ്യിലെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഉപകരണങ്ങളാണ്. നമ്മളല്ല ഈ ഫൈനൽ ഡൂവർ, ഫൈനൽ സാങ്ഷണർ. യെസ്, തീർച്ചയായിട്ടും നമുക്ക് റോളുണ്ട്, പക്ഷേ അത് നമ്മൾ ആ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ആ ക്രെഡിറ്റ് ഭഗവാനാണ് കൊടുക്കേണ്ടത്, നമ്മൾ ക്ലെയിം ചെയ്യാൻ പാടില്ല പ്രൊപ്പറേറ്റർഷിപ്പ്. Arjuna did not have to consider the order of the Lord, and only to execute his order. അത് കൺസിഡർ ചെയ്യാനുള്ള, കാരണം ഭഗവാന്റെ എന്താണ് ആ ഇൻസ്ട്രക്ഷൻ ഫൈനലാണ്. അവിടെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. He is the supreme Lord, he is the supreme master, supreme proprietor, supreme controller, supreme enjoyer. അദ്ദേഹത്തിന് നമ്മൾ എന്തിനു ചോദ്യം ചെയ്യണം? അത് ഫൈനൽ വേർഡാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, അത്രേ അർജുനന് ചെയ്യാമുള്ളൂ. The Supreme Lord is the soul of all souls. He is the soul of all. എല്ലാ ആത്മാക്കളുടെയും ആത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്താ പറയുന്നത്? പരമാത്മാവ്. നമ്മളെന്താണ്? ജീവാത്മാവ്. എല്ലാ ജീവാത്മാക്കളുടെയും മാസ്റ്ററാണ് അദ്ദേഹം, പരമാത്മാവ്. Therefore, one who depends solely and wholly on the Supreme Soul without personal consideration, or in other words, one is fully Krishna conscious, is called Adhyatma Chetas. ആരാണ് പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പണ ഭാവത്തോടുകൂടി സേവനം ചെയ്യുന്നത്, അവര് പൂർണ്ണമായിട്ടും കൃഷ്ണാവഭാവത്തിൽ ജീവിക്കുന്നവരാണ്, അവരെ അധ്യാത്മ ചേതസ് എന്ന് അറിയപ്പെടുന്നു. നിരാസി മീൻസ് ദാറ്റ് വൺ ഹാസ് ടു ആക്ട് ഓൺ ദ ഓർഡർ ഓഫ് ദ മാസ്റ്റർ ബട്ട് ഷുഡ് നോട്ട് എക്സ്പെക്ട് ഫ്രൂട്ടീവ് റിസൾട്ട്സ്. അപ്പൊ കർമ്മം ചെയ്യുന്ന ആൾക്കാരും ജ്ഞാനമാർഗത്തിലുള്ള ആൾക്കാരും ധ്യാനമാർഗത്തിലുള്ള ആൾക്കാരും വേരിയിങ് ഡിഗ്രീസിലെ ഫ്രൂട്ടി വർക്കേഴ്സ് ആണ്. ഓക്കെ, എല്ലാം ഫലം ഇച്ഛിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കർമ്മയോഗികൾ കൂടുതലാണ്, കാരണം അവർ കൂടുതൽ അതിൻ്റെ റിസൾട്ട് ഓറിയന്റഡ് ആണ്, കൂടുതൽ ഫലം ഇച്ഛിക്കുന്നു. ഓക്കെ, ജ്ഞാനികള് ഓൺ എ ലോവർ ലെവൽ, അവരും ഫ്രൂട്ടീവ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ കർമ്മഫലം, പക്ഷേ ഓൺ എ ലോവർ ലെവൽ. ധ്യാനികള് കുറച്ചുകൂടി കുറവ്. അപ്പോൾ വേരിയിങ് ഡിഗ്രീസിൽ ഇവരെല്ലാം ഫലം ഇച്ഛിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്.
പക്ഷെ ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാര് അവരെ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല, ഭഗവാന്റെ പ്രീതി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവര് ഫ്രൂട്ടീവ് റിസൾട്ട്സ് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഭഗവാന്റെ പ്രീതി മാത്രമാണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. The cashier may count millions of dollars for his employer, but he does not claim a cent for himself. ഒരു ബാങ്കില് ഒരു കാഷ്യർ എത്രയോ റുപ്പീസോ ഡോളേഴ്സോ മറ്റുള്ള കറൻസി ഒക്കെ എണ്ണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പൈസയാണോ അത്? അതെല്ലാം കസ്റ്റമേഴ്സിന്റെ പൈസയാണ്, അതെല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ബാങ്കിന്റെ പൈസയാണത്. ബാങ്കാണ് അതിന്റെ അൾട്ടിമേറ്റ്ലി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. കാഷ്യർ അവിടെ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി മാത്രമാണ്, അല്ലേ? ആ കാഷ്യർ പറയണ ഈ പൈസ എല്ലാം എൻ്റേതാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഈവൻ 1 പൈസ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അവിടെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ സിമിലർലി വൺ ഹാസ് ടു റിയലൈസ് ദാറ്റ് നത്തിങ് ഇൻ ദ വേൾഡ് ബിലോങ്സ് ടു എനി ഇൻഡിവിജ്വൽ പേഴ്സൺ. അതേപോലെ എങ്ങനെ ഒരു കാഷ്യർ തൻ്റെ ബാങ്കിൽ വരുന്ന പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്കിന്റെ അധികാരികളെ ഏൽപ്പിക്കുന്നു, അതേപോലെ ഒരിക്കലും നമ്മളെ ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിലെ ഒന്നും നമ്മൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം എൻ്റെതാണ് എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബട്ട് ദാറ്റ് എവറിത്തിങ് ബിലോങ്സ് ടു സുപ്രീം ലോർഡ്. ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, ഈസാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗതിയും ജഗത്തേന തിക്വേന പൂഞ്ചിത മാകൃത കസ്യ സിദ്ധനം. എവറിത്തിങ് ബിലോങ്സ് ടു ദ ഈശാവാസ്യം ഇതം സർവം. ഇവിടെ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്നെല്ലാം ഈശ മീൻസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, സുപ്രീം ലോർഡ്, അദ്ദേഹത്തിൻ്റെയാണ് ഈ കാണുന്നല്ല. അപ്പോ നമുക്കെല്ലാം ഓരോ കോട്ട, ഓരോരുത്തർക്കും, മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, കൃമികീടങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക്, ഇവർക്കെല്ലാം ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ അനുഭവിക്കാൻ പാടുള്ളൂ, അത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ ഇതിൽ എൻക്രോച്ച് ചെയ്യാൻ പാടില്ല. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചില ആനുകൂല്യങ്ങളും ശമ്പളമൊക്കെ തരുന്നുണ്ട്, അത് മാത്രമേ നമ്മൾ കൈപ്പറ്റാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ശമ്പളം നമ്മൾ കൈപ്പറ്റാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്, നമ്മളുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാന്റേതാണ്. ഭഗവാൻ നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അത് മാത്രം എടുക്കുക, അതിലും കൂടുതൽ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ, ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. പ്രഭാത വളരെ നല്ലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ചാക്കരി ഒരു റോഡ് സൈഡിൽ കിടക്കുകയാണ്. പക്ഷികൾ വന്നിട്ട് കുറച്ച് ധാന്യങ്ങൾ അതിന്ന് കൊത്തിയിട്ട് കൊണ്ടുപോകും, അല്ലേ? പക്ഷെ ഒരു മനുഷ്യൻ അത് കൂടെ വരികയാണെങ്കിൽ ആ മുഴുവൻ ചാക്കും തോളിലേറ്റിട്ട് തന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. അതാണ് വ്യത്യാസം. നമ്മളെ സമാഹരിക്കുക, എക്വയർ ചെയ്യുക, ഓവർ എക്വയർ ചെയ്യുക, കൂടുതൽ നമ്മളെ സംഭരിച്ചു വെക്കുക. ഇതാണ് നമ്മളുടേത്. ഇന്നൊക്കെ, നാളേക്ക്, അടുത്ത തലമുറയ്ക്ക്, അത് വഴുന്നിട്ടുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താണ്, നമ്മൾ മറ്റുള്ളവരുടെ കോട്ടയും കൂടി നമ്മൾ എടുക്കുകയാണ്, അവരെ ഡിപ്രൈവ് ചെയ്യാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് മറ്റ് അന്യജീവികളെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, അവർക്ക് എത്ര ആവശ്യം അത് മാത്രം എടുത്തുകൊണ്ടുപോകും, അവർ പോയിട്ട് സംഭരിച്ചു വെക്കില്ല. അതാണ് മൃഗങ്ങളും പക്ഷികളും മനുഷ്യനും തമ്മിലുള്ള അന്തരം. അപ്പോൾ എല്ലാം ഭഗവാന്റേതാണ്. അപ്പോൾ ഭഗവാൻ നമുക്ക് എന്താണോ കോട്ട തന്നിരിക്കുന്നത് അത് മാത്രം നമ്മൾ എടുക്കുക, അത് മാത്രം നമ്മൾ അനുഭവിക്കുക. So that is the real purport of Mayi or unto me. And when one acts in such Krishna consciousness, certainly he does not claim proprietorship over anything. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്നത്, ഒരിക്കലും താനാണ് അതിൻ്റെ പ്രൊപ്പറേറ്ററാണ്, താനാണ് ഇത് അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ ആസ്വദിക്കുന്നവൻ ഒരിക്കലും പറയില്ല, ഒരിക്കലും ക്ലെയിം ചെയ്യില്ല, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കില്ല. ദിസ് കോൺഷ്യസ്നസ് ഈസ് കോൾഡ് നിർമ്മമ. നത്തിങ് ഈസ് മൈൻ, നിർമ്മമ. എൻ്റെതല്ല, എല്ലാം ഭഗവാന്റേതാണ്. ഭഗവാൻ എനിക്കിപ്പോൾ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ മക്കളെ, എൻ്റെ അച്ഛനമ്മ, ഇവരെല്ലാം എൻ്റെ ആ ഒരു ബന്ധത്തിൽ കൊണ്ടുവന്നത്, എൻ്റെ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവന്നത്
ഭഗവാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് അവരെല്ലാം കൃഷ്ണാവബോധത്തിൽ വളർത്താൻ വേണ്ടിയിട്ട്. ഒരു പെർട്ടിക്കുലർ പീരിയഡിന്, ഒരു പെർട്ടിക്കുലർ ലൈഫിൽ നമ്മളെല്ലാം ബന്ധുക്കളായിട്ട് വന്നു. അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് വന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ ആ ഉത്തരവാദിത്തങ്ങള് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പരിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മളെ മറ്റുള്ളവരെ സഹായിക്കുക. അപ്പൊ ഒരു പെർട്ടിക്കുലർ പീരിയഡില്, അതായത് ഒരു പെർട്ടിക്കുലർ ജന്മത്തില് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് അവരെ കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നത്തിങ് ഇസ് മൈൻ. എപ്പോഴും എന്നും ഒരാളായിരിക്കില്ല എൻ്റെ അച്ഛൻ. ഈ ജന്മത്തില് ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ഈ ജന്മത്തിലെ ഒരു പെർട്ടിക്കുലർ ആളാണ് എൻ്റെ മകൻ, എൻ്റെ മകൾ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്. പക്ഷെ എല്ലാ ജന്മങ്ങളിലും അവരായിരിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നത്തിങ് ഈസ് മൈൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ഒരു ജന്മത്തിൽ നമ്മളെല്ലാം പല ബന്ധങ്ങളിലും ആയിട്ട് വന്നുപോയി. ഇതെല്ലാം ഭഗവാന്റെ തീരുമാനമാണ്. And if there is any reluctance to execute such a stern order, which is without consideration of so-called kinsmen in the bodily relationship, that reluctance should be thrown off. In this way, one may become vigadajvara, or without feverish mentality or lethargy. അപ്പൊ നമ്മള് യാതൊരു അലസതയും കൂടാതെ, യാതൊരു മടിയും കൂടാതെ നമ്മള് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്താണോ നമ്മളെ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ ചെയ്യണം. അതാണ് അർജുനോട് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അർജുന, നീ പൂർണ്ണമായിട്ടും സ്വതന്ത്രനല്ല. തൻ്റെ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പണം ചെയ്തിട്ട് പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് കൺട്രോളർഷിപ്പ്, അത് ക്ലെയിം ചെയ്യാതെ എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനാണ് വേണ്ടിയിട്ട് പറയുന്നത്. ആണ് ഭഗവാനോട് പറയുന്നത്, അല്ലേ? സോ എവ്രി വൺ അക്കോർഡിംഗ് ടു ഹിസ് ക്വാളിറ്റി ആൻഡ് പൊസിഷൻ ഹാസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വർക്ക് ടു ഡിസ്ചാർജ്, ആൻഡ് ഓൾ സച്ച് ഡ്യൂട്ടീസ് മേ ബി ഡിസ്ചാർജ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ആസ് ഡിസ്ക്രൈബ്ഡ് അബവ്. ദാറ്റ് വിൽ ലീഡ് വൺ ടു ദ പാത്ത് ഓഫ് ലിബറേഷൻ. എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ ആൻഡ് ക്രീഡ്, പൊസിഷൻ, അവരുടേതായിട്ടുള്ള ആ ദൗത്യം കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ വർണ്ണാശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് വർണ്ണത്തിലായാലും ശരി, ഏത് ആശ്രമത്തിലായാലും ശരി, ഏത് പൊസിഷനിലായാലും ശരി, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭർത്താവോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ ആരായിക്കോട്ടെ, അങ്ങനെ അതൊന്നും നോക്കാതെ അവരെ അവരുടേതായിട്ടുള്ള ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവര് സേവ ചെയ്യണം. ഒരു ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെല്ലാം അവരുടെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയിട്ട് അവരെ സേവനം ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, കൃഷ്ണാവബോധത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഭൗതിക തലത്തിലുള്ള ആ ഒരു വാട്ട് യു കോൾ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ആ ഒരു സഹായം മാത്രമല്ല, എങ്ങനെ ഇവരെല്ലാവരെയും അന്യോന്യം സഹായിക്കാൻ പറ്റും, കൃഷ്ണാവബോധത്തിൽ വളർത്തി അവരെ തിരിച്ച് ഭഗവാന്റെ ആ പാദകമലങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിച്ച് അതനുസരിച്ച് നമ്മൾ അവരെ സഹായിക്കാൻ നോക്കണം. എല്ലാവരും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു അച്ഛൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെ ഒരു ഗുരു എന്ന നിലയിൽ, ഇതെല്ലാം നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ അവരെ സഹായിക്കണം കൃഷ്ണാവബോധത്തിൽ വളർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിക്കണം. അതൊരു വരാതിരിക്കെ അത് ഭഗവാന്റെ ഇച്ഛ, അവരവരുടെ കർമ്മബലം. പക്ഷെ നമ്മൾ ശ്രമിക്കണം. അതുപോലെ ഇവിടെ ഭഗവാൻ അർജുനോടും അതാണ് പറയുന്നത്. ഇതെല്ലാം തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, എന്നെ സമർപ്പണം ചെയ്ത് പ്രൊപ്പറേറ്റർഷിപ്പ് ക്ലെയിം ചെയ്യാതെ താനാണ് ഇതെല്ലാം ചെയ്യുന്നതിനുള്ള ആ ഭാവമില്ലാതെ എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യൂ, ഫലം ഇച്ഛിക്കാതെ. കാരണം ആ ഫലം തൻ്റെ കൺട്രോളിലല്ല എന്നാണ് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നത്.
ഹരേ കൃഷ്ണ. ഇപ്പൊ എന്തെങ്കിലും എനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ് ഇതില്? എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ശ്ലോകം പോവാം. ടെക്സ്റ്റ് 31. യേ മേ മതം ഇദം നിത്യം, യേ മേ മതം ഇദം നിത്യം, അനുതിഷ്ഠന്തി മാനവാ, അനുതിഷ്ഠന്തി മാനവാ, ശ്രദ്ധാവന്തോ അനസൂയന്തോ, ശ്രദ്ധാവന്തോ നസൂയന്തോ, മുച്യന്തെ തേ പി കർമ്മഭി, മുച്യന്തെ തേപി കർമ്മഭി. യേ മേ മതം ഇദം നിത്യം, അനുതിഷ്ഠന്തി മാനവാ, ശ്രദ്ധാവന്തോ നസൂയന്തോ, മുച്യന്തെ തേപി കർമ്മഭി. സ്വാതി മാതാജി. हरे कृष्णा। प्रणाम प्रभु जी। ये मे मतमिदं नित्यम् अनुतिष्ठन्ति मानवा, श्रद्धावन्तो अनसूयन्तो, मुच्यन्ते तेऽपि कर्मभिः. ഹരി ബോൾ. ഓക്കെ, ഗീത മാതാജി എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. എന്റെ ആജ്ഞാനുസാരം സകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. ഹരി ബോൾ. Those persons who execute their duties according to my injunctions and follow this teaching faithfully without envy become free from the bondage of fruitive actions. എന്താണ് ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നത്? അർജുനോട് പറയുന്നതാണെങ്കിലും കൂടി നമ്മളോടാണ് പറയുന്നത്. അർജുനൻ അവിടെ എന്താണ്? അവിടെ ഇൻസ്ട്രുമെന്റ് മാത്രമാണ്, ഒരു ബയോമീഡിയ മാത്രമാണ്. നമ്മളെ ഉപദേശിക്കുകയാണ് ഭഗവാൻ. ഭഗവാന്റെ നിത്യ പാർഷദാണ് അത് അർജുനൻ. എത്രയോ ജന്മങ്ങളായിട്ട് അവർ ഒരുമിച്ച് ഉണ്ട്, ലീലകള് ചെയ്യുന്നുണ്ട്. അപ്പോ അർജുനനെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പൊസിഷനില് കൊണ്ടുവന്നതും ഭഗവാൻ ആണ്. ഭഗവാൻ എന്തിനാണ്? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, സാമാന്യ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഗീതോപദേശം അർജുനനാണ് കൊടുത്തതെങ്കിലും അത് ആർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്? അർജുന എത്രയോ പ്രാവശ്യം ഈ ഗീതോപദേശം കേട്ടിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടൊന്നല്ല. ഈ ഗീതോപദേശം നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വേണ്ടി. അത് അർജുനനെ ഒരു നിമിത്തം മാത്രമാക്കിയെന്ന് മാത്രം. അപ്പൊ എന്താണ് പറയുന്നത്? ദോസ് പേഴ്സൺ ഹു എക്സിക്യൂട്ട് ദ ഡ്യൂട്ടീസ് അക്കോർഡിംഗ് ടു മൈ ഇൻജക്ഷൻ. ഏത് ആൾക്കാരാണോ, ആരാണോ എന്റെ നിർദ്ദേശപ്രകാരം, എന്റെ ആജ്ഞപ്രകാരം അവനവന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്, എന്റെ ആ ടീച്ചിങ്സിനെ ആസ്പദമാക്കിയിട്ട്, എന്റെ നിർദ്ദേശത്തിനെ ആസ്പദമാക്കിയിട്ട്, യാതൊരു അസൂയയും അല്ലെങ്കിൽ ശത്രുത ഇല്ലാതെ. സാധാരണ നമുക്ക് ശത്രുത ഉണ്ടായിരിക്കും. എന്നെക്കാട്ടിലും ഒരാൾ മുന്തിയിട്ടുണ്ടെങ്കിൽ ഓ അവന് അതുണ്ട് ഇതുണ്ട് ഒക്കെ, എനിക്കൊരു എൻവിയസ് നേച്ചർ ഉണ്ടായിരിക്കും സാധാരണ, അല്ലേ? പക്ഷെ ഭക്തന്മാർക്ക് അത് പാടില്ല. ഓ എന്നെക്കാളും കൂടുതലുണ്ട്, വലിയ വീടാണ്, വലിയ കാറാണ്, വലിയ പദവിയാണ്, വലിയ ജോലിയാണ്, അപ്പൊ എനിക്ക് അസൂയ. അത് പാടില്ല. അപ്പോ ഈവൻ ഭഗവാനാണെങ്കിലും എന്തുകൊണ്ട് ഭഗവാൻ മാത്രം ആസ്വദിക്കണം, എനിക്കും ആസ്വദിക്കാൻ പാടില്ല? ഭഗവാൻ പറഞ്ഞത് ശരിയാണോ? ഭഗവാനെല്ലാമോ എനിക്ക് പാടില്ല, ഞാൻ ആസ്വദിക്കാൻ പാടില്ല. അപ്പൊ അവിടെ എന്തായി? എൻവി, അസൂയ, അല്ലെ? ശത്രുത. എന്താണ് ഭഗവാൻ അവരുടെ സെൽഫിഷ് അല്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തോ, പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ അത് പാടില്ല. എന്താ അത്? ഭഗവാൻ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടാണ് ഇത് പറയുന്നത്. വിത്തൗട്ട് എൻവി. അങ്ങനത്തെ ആൾക്കാർ, അങ്ങനെ കർമ്മം ചെയ്യുന്ന ആൾക്കാർ, എന്റെ നിർദ്ദേശപ്രകാരം കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കർമ്മബന്ധനത്തില് അതായത് അകപ്പെടേണ്ടി വരില്ല. ബിക്കം ഫ്രീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഫ്രൂട്ടീവ് ആക്ഷൻസ്. അപ്പൊ അവര് എന്ത് തന്നെ ആക്ടിവിറ്റി ചെയ്താലും ശരി, കാരണം അവര് ഭഗവാന്റെ ആഗ്രഹപ്രകാരം കർമ്മം ചെയ്യുന്നതുകൊണ്ട് അവരെ കർമ്മബന്ധനത്തില് അകപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. They will be free from the bondage. അല്ലെങ്കിൽ അതാണ് പറയുന്നത്, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മബന്ധനത്തിൽ ഏർപ്പെടുന്നില്ല.
അല്ലെങ്കിൽ നമ്മൾ ഈ കർമ്മബന്ധത്തില് ഈ വീഷ്യ സൈക്കിള് ജന്മം മൃത്യു ജരാവ്യാധി എന്നുള്ള ഈ വീഷ്യ സൈക്കിളിൽ പെട്ട് അനന്തകാലം നമ്മുടെ ഈ ചക്രത്തിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. അനന്തകാലം. ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനം ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. അതാണ് ആ കർമ്മ പ്ലാറ്റ്ഫോം. മറ്റത് കർമ്മ അല്ലെങ്കിൽ വികർമ്മ. കർമ്മം പാടില്ല. കർമ്മം എന്ന് പറഞ്ഞാൽ ഫലയിച്ചോടുള്ള കർമ്മം. വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. ഒരുപാട് കാര്യങ്ങള് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലെ, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അതില് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഇന്നത്തെ കലികാലത്ത് ഈ 4 കാര്യങ്ങൾ നമ്മൾ വിട്ടുനിന്നാൽ നമ്മള് ഒരു സിവിലൈസ്ഡ് പേഴ്സണായി. അപ്പോഴാണ് നമ്മൾ മനുഷ്യൻ എന്നറിയപ്പെടുന്നുള്ളൂ. നമ്മൾ മനുഷ്യനായിട്ട് നമുക്ക് 2 കാലും 2 കൈയും മുഖവും 2 ചെവിയും കണ്ണൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ടല്ലോ, ഷർട്ടും പാന്റും സാരിയൊക്കെ കൊടുത്തിട്ട്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നവരെ അല്ലേ. പക്ഷെ അവര് ശരിക്കും മനുഷ്യനാവണം എപ്പോഴാണ് ഈ 4 കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. ഈ 4 പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ അവർ മനുഷ്യനായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇല്ലെങ്കിൽ മൃഗത്തിനേക്കാട്ടിലും അധമത്തിലായിരിക്കും അവർ. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശം എന്താണ്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആരുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യണം, ഇതെല്ലാം ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. ഇത് വെറുതെ ഒരു നോവൽ എഴുതിയതൊന്നുമല്ല. ഭഗവാൻ അല്ലെങ്കിൽ വ്യാസദേവന് ടൈം പാസിന് വേണ്ടിയിട്ട് എഴുതിയ നോവലൊന്നുമല്ല അത്. ഓക്കെ, കുറെ സമയമുണ്ട്. എങ്ങനെയെങ്കിലും സമയം കില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു എന്തെങ്കിലും എഴുതട്ടെ, ഒരു സ്റ്റോറി എഴുതിട്ട് പറഞ്ഞ് എഴുതിയല്ല. ഇതെല്ലാം സ്ക്രിപ്റ്റേഴ്സ് ആണ്. ഭഗവാന്റെ ആഗ്രഹപ്രകാരം നമ്മളുടെ ഈ ഭൗതിക ലോകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഈ ദുഃഖാലയം അശാശ്വതം എന്നുള്ള സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളാണത്. ഇതാണ് വേദവാക്യം. ഇതിനെ നമ്മൾ വളരെ സരളമായിട്ട് എടുക്കാൻ പാടില്ല. ഇത് നിയമങ്ങളാണ്, യമനിയമങ്ങളാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു രാഷ്ട്രത്തില്, ഒരു രാജ്യത്തില് അവിടെ നിയമങ്ങളുണ്ട്, യമനിയമങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിലെ പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. കുറ്റം ചെയ്യാൻ പാടില്ല, മോഷണം ചെയ്യാൻ പാടില്ല, കളവ് ചെയ്യാൻ പാടില്ല, കൊല ചെയ്യാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഇവിടെ ഒരു രാജ്യത്തെ നിയമമാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ജയിലിലടയ്ക്കും ഇല്ലേ. നമ്മൾ ട്രാഫിക് വയലേഷൻ ചെയ്താൽ നമ്മളെ പിടിച്ച് ജയിലിലിടും, നമ്മളെ ശിക്ഷിക്കും. നമ്മളെ ഒരു ബാങ്ക് റോബറി ചെയ്യുകയാണെങ്കിൽ, മോഷ്ടിക്കുകയാണെങ്കിൽ നമ്മളെ ശിക്ഷിക്കും. ഇതെല്ലാം നിയമങ്ങളാണ്, ഭൗതിക തലത്തിലുള്ള നിയമങ്ങൾ. അതേപോലെ നമുക്ക് ആത്മീയ തലത്തിലുള്ള നിയമങ്ങളും ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ജീവിച്ചാൽ മാത്രമാണ് ഈ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ നമ്മൾ എപ്പോഴാണോ ഫോളോ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ മനുഷ്യനെ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല. പാന്റ് ഷർട്ട് ഇട്ട് നടന്നാലും മനുഷ്യനാവില്ല. എനിക്ക് 2 കാലുള്ളൂ, മൃഗങ്ങൾക്ക് 4 കാലുണ്ട് പറഞ്ഞിട്ട് ആ 4 കാലുള്ളത് മൃഗങ്ങളും 2 കാലുള്ളത് മനുഷ്യനും പറയാൻ പറ്റില്ല. എനിക്ക് 2 കാലാണെങ്കിലും ഞാൻ മൃഗം തന്നെയാണ്. അപ്പൊ എന്താണ് ഈ 4 നോ ഇൻടോക്സിക്കേഷൻ, നശ ഒരിക്കലും പാടില്ല. നോ മീറ്റ് ഈറ്റിംഗ്, മൃഗങ്ങളെ കൊന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, നമ്മളുടെ ഭക്ഷണമാക്കാൻ പാടില്ല മൃഗങ്ങളെ. അവർക്കും ജീവനുണ്ട്, അവർക്കും ഫീലിങ്സ് ഉണ്ട്, അവർക്കും പെയിൻ ഉണ്ട്, അവർക്കും പ്ലഷർ ഉണ്ട്. അപ്പോൾ അവരെ കൊല്ലാനുള്ള അധികാരം നമുക്കില്ല. ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ മക്കളാണ്. നമുക്ക് ഒരു കോട്ട തന്നിട്ടുണ്ട് ഭഗവാൻ, അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. മൃഗങ്ങളെ കൊന്ന് നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. നോ മീറ്റ് ഈറ്റിംഗ്. നോ ഗാംബ്ലിംഗ്, ചൂതുകളി, ഗാംബ്ലിംഗ് അല്ലേ. അതായത് നമുക്ക് 10 റുപ്യ പെട്ടെന്ന് മില്യണയർ ആവണം, അപ്പൊ മറ്റുള്ളവരെ ചതിച്ച് ചൂത് കളിച്ച് മറ്റുള്ളവരുടെ പൈസ നമ്മൾ ഇവിടേക്ക് അപഹരിക്കുക ചൂതുകളിൽ കൂടെ. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നാശത്തിലേക്ക് നയിക്കുള്ളൂ. പിന്നെ അവൈധ സംഘം, സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീ ആയിട്ടുള്ള ഔട്ട് ഓഫ് വെഡ്ലോക്കിലുള്ള ആ സംഘം,
ആ റിലേഷൻഷിപ്പ്, ഇത് പാടില്ല. ഈ 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. ഇത് 4 നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ പ്ലസ് ഭഗവാന്റെ സേവയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ കരകയറാൻ പറ്റും. അപ്പൊ ഇത് 4 ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ മനുഷ്യനാവുന്നുള്ളൂ. മനുഷ്യനായാൽ പോരാ, പിന്നെ മനുഷ്യനായാൽ അതിനുശേഷം നമ്മൾ ഒരു ഭക്തനും കൂടി ആവണം. ഭക്തനായാലാണ് ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നല്ല മനുഷ്യനായിട്ടുണ്ടെങ്കിൽ ഈ 4 നമുക്ക് ഫോളോ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഭക്തനാവണം. അങ്ങനെ ഭക്തനായാൽ മാത്രമേ ഭഗവാന്റെ കൃപ നമ്മളുടെ മീതെ ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ കൃപയില്ലാണ്ട് നമുക്ക് തിരിച്ച് ഭഗവത്ധാമിൽ പോകാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ദോസ് പേഴ്സൺ ഹു എക്സിക്യൂട്ട് ദർ ഡ്യൂട്ടീസ് അക്കോർഡിംഗ് ടു മൈ ഇൻജങ്ഷൻസ് ആൻഡ് ഹു ഫോളോ ദീസ് ടീച്ചിങ്സ് ഫെയ്ത്ത്ഫുള്ളി വിതൗട്ട് എൻവി ബിക്കം ഫ്രീ ഫ്രം ബോണ്ടേജ് ഓഫ് ഫ്രൂട്ടി ഓപ്ഷൻ. അപ്പൊ അങ്ങനെ നമ്മുടെ കർമ്മബന്ധനത്തിൽ മുക്തരായാൽ തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ആ പാസ്പോർട്ടും വിസയും എല്ലാം തയ്യാറായി നിൽക്കും. ഒരു പ്രശ്നമില്ല, ആരും ഇടയ്ക്ക് ചെക്ക് ചെയ്യില്ല. എന്താണ് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ ഇവിടേക്ക് പോവാൻ, ഗോളകത്തിലേക്ക് പോവാൻ ചോദിക്കില്ല. കാരണം യു ഹാവ് ദ വാലിഡ് വിസ ആൻഡ് പാസ്പോർട്ട് വിത്ത് യു. നിങ്ങളുടെ അടുത്ത് പാസ്പോർട്ടും ഇല്ല, വിസ ഇല്ലാണ്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. ഒരു രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അല്ലേ? എങ്ങനെ നമ്മൾ പിന്നെ വൈകുണ്ഠത്തിലേക്കും ഗോലോകത്തിലേക്കും പോവാ? ഒരു രാജ്യം വിട്ട് മറ്റു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ടും വിസയും അപ്രൂവലും ക്ലിയറൻസും മറ്റതും എല്ലാം വേണം. അപ്പോ നമ്മുടെ വൈകുണ്ഠമോ ഗോലോകമോ പറയാനുണ്ടോ? അപ്പൊ അതിനുള്ള യോഗ്യത നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നത്. So the injunction of the Supreme Personality of Godhead Krishna is the essence of all Vedic wisdom and therefore is eternally true without exception. ഭഗവാന്റെ നിർദ്ദേശങ്ങള് അത് ഫൈനലാണ്, അത് എസെൻസ് ആണ്, അതിന്റെ സാരമാണ്, അതിന്റെ സത്താണ്, അത് സത്യമാണ്. ഭഗവാൻ എന്ത് പറയുന്നത് വേദവാക്യമാണ്. അതില് യാതൊരു സംശയം ഇല്ല. പൂർണ്ണമായിട്ടും അത് നമ്മൾ ഫോളോ ചെയ്യണം, വിത്തൗട്ട് എക്സെപ്ഷൻ എന്നാണ് പറയുന്നത്. As the Vedas are eternal, so this truth of Krishna consciousness is also eternal. Vedas eternal ആണ്, കാരണം ഭഗവാന്റെ ശ്വാസത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ് വേദങ്ങള്. അതുകൊണ്ട് കൃഷ്ണാവബോധം ശാശ്വതമാണ്. One should have firm faith in this injunction without envying the Lord. ഭഗവാനോട് ആ ഒരു ജലസി, ഒരു എൻവിയസ്നെസ് പാടില്ല. There are many philosophers who write comments on the Bhagavad Gita but have no faith in Krishna. നല്ലൊരു കാര്യം പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, തിലക്, ഗാന്ധിജി, പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ. പക്ഷെ പല ആൾക്കാർക്കും കൃഷ്ണ എന്ന വിശ്വാസം, കൃഷ്ണന്റെ ശക്തി വോയിസ് ക്ലിയർ അല്ല പ്രജി. ഹരേ കൃഷ്ണ. ഇവിടെ മാത്രമാണോ എല്ലാവർക്കും ആണോ? ക്ലിയർ അല്ല പ്രഭു. ക്ലിയർ അല്ല പ്രജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയില്ല. ഹരി ഹരി ബോൾ. ഇത് പറ്റി അറിയില്ല, ഇന്റർനെറ്റ് പ്രശ്നമായിരിക്കും. ഓക്കെ, വീഡിയോ ഒന്ന് ഓഫ് ആയിരുന്നു, ചിലപ്പോ ക്ലിയർ ആവും. വീഡിയോ ഓഫ് ആയിരുന്നു, വീഡിയോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ക്ലിയർ ആണോ? ചെറിയ വ്യത്യാസമുണ്ട്, പണ്ടത്തെക്കാളും ബെറ്റർ. ഓക്കെ, എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ കുറച്ചും കൂടി ഉള്ളൂ. അപ്പൊ ഒരുപാട് ആൾക്കാര്, ഒരുപാട് ഫിലോസഫേഴ്സ് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഭഗവാൻ കൃഷ്ണനിലെ വിശ്വാസമില്ല. അവർ പറയും അത് കൃഷ്ണനല്ല, കൃഷ്ണൻ ശക്തിയാണ്, കൃഷ്ണന്റെ ശക്തിയാണ്,
ആ ശക്തിയുടെ പ്രൊഡക്റ്റാണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ദേ വിൽ നെവർ ബി ലിബറേറ്റഡ് ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഫ്രൂട്ടി ആക്ഷൻ. അവർക്ക് മുക്തി കിട്ടില്ല, കാരണം അവർക്ക് ഭഗവാനിൽ വിശ്വാസമില്ല. ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു നിർദ്ദേശം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹം സർവസ്യ പ്രഭോ മഥാ സർവം പ്രവർത്തിയതേ ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധഭാവം സമാൻവിത. എല്ലാം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അതിൽ അവർക്ക് വിശ്വാസമില്ല. ഇല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അവർക്ക് ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മോക്ഷം കിട്ടില്ല. ബട്ട് ഓർഡിനറി മാൻ വിത്ത് ഫേം ഫെയ്ത്ത് in the eternal injunctions of the Lord, even though unable to execute such orders, becomes liberated from the bondage of law of karma. ഒരു സാധാരണ വ്യക്തി ആർക്കാണോ, ഏതൊരു വ്യക്തിക്കാണോ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആ ഇൻസ്ട്രക്ഷനിൽ വിശ്വാസമുള്ള, അവരെ ഈ ഇൻസ്ട്രക്ഷൻസ് ശരിക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിലും കൂടിയിട്ട് അവര് ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാകും. കാരണം അവർക്ക് വിശ്വാസമുണ്ട്. എന്തോ കാരണത്താൽ അവർക്ക് ശരിക്കും അത് പാലിക്കാൻ പറ്റിയില്ല, പക്ഷെ എങ്കിലും പാപകർമ്മങ്ങളൊന്നും അവർ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് അവർക്ക് മുക്തി കിട്ടും. ഇൻ ദ ബിഗിനിങ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് one may not fully discharge the injunctions of the Lord, but because one is not resentful of this principle and works sincerely without consideration of the defeat of and hopelessness, he will surely be promoted to the stage of pure Krishna consciousness. അപ്പൊ ഇനീഷ്യലി എല്ലാവരും സ്റ്റാർട്ടിങ്ങില് നിയോഫൈറ്റ് സ്റ്റേജില് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിലുണ്ട് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളിത് മനസ്സിലാക്കുമ്പോൾ, ഇതിൻ്റെ ആ എസൻസ് മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പതുക്കെ ഇത് പാലിക്കാൻ തുടങ്ങും. നമ്മൾ ഭഗവാന്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ എന്താണോ ഇച്ഛിക്കുന്നത് അത് പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ, ഈ ജന്മത്തില്ലെങ്കിൽ അടുത്ത ജന്മം, ഓക്കെ, തീർച്ചയായിട്ടും നമ്മളെ പ്യുവർ കൃഷ്ണ കോൺഷ്യസ് തലത്തിലേക്ക് ഉയർത്തപ്പെടും. അപ്പൊ അത് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനും ഒരു സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ തന്നെ നടക്കും. നമുക്ക് ഡിറ്റർമിനേഷൻ വേണം, നിഷ്ഠ വേണം, സിൻസിയറിറ്റി വേണം. ഭഗവാന്റെ ആ ധാമത്തിലേക്ക് നമ്മൾ എത്തണം. ഇനിയൊരു ജന്മം ഇവിടെ വേണ്ട. ഇനി ഒരു ജന്മം നമ്മളുടെ വേറൊരു അമ്മയുടെ ഉദരത്തിൽ ജനിക്കാൻ പാടില്ല. വീണ്ടും ഈ ഭൗതിക ലോകത്തിലെ ജന്മം, മൃത്യു, ജരാവ്യാധി ആ ചക്രത്തിലൂടെ നമുക്ക് പോകണ്ട. തീർച്ചയായിട്ടും ഭഗവത്ധാമിൽ എത്തണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഭഗവാന്റെ ആഗ്രഹപ്രകാരം, ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവത്ധാമിലെത്താം. അവിടെ ഭഗവാന്റെ സേവ ചെയ്തിട്ട് ആനന്ദത്തോടു കൂടി നമുക്ക് കഴിയാൻ പറ്റും. ഇവിടെ ആനന്ദമല്ല ഉള്ളത്, ഇവിടെ താൽക്കാലികമായിട്ടുള്ള ചെറിയ കുറച്ച് സമയത്തിനുള്ളൊരു സന്തോഷം. ആ സന്തോഷത്തിലും ഏറെ നമുക്ക് ദുഃഖമാണ് അവിടെ കിട്ടുന്നത്, ക്ലേശങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഏതാണ് നല്ലത്, ഏത് തിരഞ്ഞെടുക്കണം, അതിൻ്റെ സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. വൈകുണ്ഠത്തിലേക്ക് പോകണോ അതോ ഭൗതിക ലോകത്തിൽ നിൽക്കണോ എന്നുള്ള സ്വാതന്ത്ര്യം അതാണ് നമ്മുടെ കയ്യിൽ ഭഗവാൻ തന്നിരിക്കുന്നത്. ഇത് തീരുമാനിക്കാം നമുക്ക്. ഇവിടെ ഈ മായയുടെ ചവിട്ട് കൊണ്ടിട്ട് ജീവിക്കണോ, ജന്മമൃത്യു ജരാവ്യാധി കൂടെ, അതോ ഭഗവാന്റെ ധാമിൽ പോയിട്ട് ഭഗവാനെ സേവിച്ച് വളരെ ആനന്ദത്തോടു കൂടിയിട്ട് യാതൊരു ക്ലേശങ്ങളും ഇല്ലാണ്ട് അവിടെ സുഖകരമായിട്ട് ജീവിക്കണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ആ അവസരം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നു. ആ ഇൻഡിപെൻഡൻസ്, ആ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ടെക്സ്റ്റ് 32 അടുത്ത ആഴ്ച 2 ശ്ലോകം എടുത്തു, 30-31. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവതി की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. तागो प्रेमानंदे. हरि हरि बोल. हरे कृष्ण.